നമസ്കാരം, ഞാൻ റിനോ സാക് വടക്കത്ര. പ്രധാന വാർത്തകൾ. ബാർക്കോഴ കേസിൽ സിബിഐ അന്വേഷണമാണ് ഉചിതമെന്ന ഹൈക്കോടതി. കേസിൽ വിജിലൻസ് അന്വേഷണം നീതിപൂർവമാകില്ലെന്നും ഹൈക്കോടതി. ബാർക്കോഴ കേസിൽ ആരോപണ വിധേയരായവരെ രക്ഷിക്കുവാൻ ഉമ്മൻചാണ്ടി സർക്കാർ നടത്തുന്ന ഹീനശ്രമങ്ങളാണ് ഹൈക്കോടതിയിൽ തകർന്നു വീഴുന്നതെന്ന് സിപിഎം പോളിറ്റ് ബ്യൂറോ അംഗം പിണറായി വിജയൻ. മത്സ്യസമൃദ്ധിയുടെ രണ്ടാം ഘട്ട പദ്ധതിക്ക് റാന്നി പഞ്ചായത്തിൽ തുടക്കമായി. റാന്നി ഐത്തല ചെറുകുളഞ്ഞി പരുത്തിക്കാവ് ദേവീക്ഷേത്രത്തിലെ ഭാഗവത സപ്താഹ യജ്ഞത്തിന് സമാപനമായി. അവഭൃത സ്നാന ഘോഷയാത്രയിൽ നൂറുകണക്കിന് ഭക്തർ പങ്കെടുത്തു. വാർത്തകളിലേക്ക് വിശദമായി. ബാർക്കോഴ കേസിൽ സിബിഐ അന്വേഷണമാണ് ഉചിതമെന്ന ഹൈക്കോടതി. കേസിൽ വിജിലൻസ് അന്വേഷണം നീതിപൂർവമാകില്ലെന്നും കോടതി നിരീക്ഷിച്ചു. മന്ത്രി കുറ്റക്കാരനല്ലെന്ന് മുഖ്യമന്ത്രി തന്നെ പറഞ്ഞതെന്നും കോടതി പറഞ്ഞു. ഇത്തരമൊരു സാഹചര്യത്തിൽ വിജിലൻസ് അന്വേഷണം കാര്യക്ഷമമാകുമെന്ന് എങ്ങനെയാണ് കരുതുന്നതെന്ന് ജസ്റ്റിസ് സുധീന്ദ്രകുമാർ ചോദിച്ചു. പുറത്തുള്ള ഏജൻസിയുടെ അന്വേഷണമാണ് ഉചിതമെന്നും കോടതി നിരീക്ഷിച്ചു. സിബിഐയുടെ അഭിപ്രായം തേടട്ടെ എന്നും കോടതി പറഞ്ഞു. എന്നാൽ സിബിഐയുടെ അഭിപ്രായം തേടാനുള്ള നീക്കത്തെ അഡ്വക്കേറ്റ് ജനറൽ എതിർത്തു. ബാർക്കോഴ വിഷയത്തിൽ വിജിലൻസ് കോടതിയുടെ നടപടി റദ്ദു ചെയ്യണമെന്നാവശ്യപ്പെട്ട് കേരള കോൺഗ്രസ് എമ്മിന്റെ ഇടുക്കിയിലെ നേതാവ് സണ്ണി നൽകിയ റിവിഷൻ പെറ്റീഷൻ പരിഗണിക്കവെയാണ് ഹൈക്കോടതി പരാമർശങ്ങൾ നടത്തിയത്. വിജിലൻസ് കോടതിയുടെ നടപടിക്രമങ്ങൾ റദ്ദു ചെയ്ത് കെ എം മാണിക്ക് ഇടക്കാലാശ്വാസം ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് റിവിഷൻ പെറ്റീഷൻ നൽകിയത്. എന്നാൽ നേരത്തെ ജസ്റ്റിസ് കമാൽ പാഷ നടത്തിയതിലും കടുത്ത ഭാഷയിലാണ് ജസ്റ്റിസ് സുധീന്ദ്രകുമാർ നടത്തിയത്. ഇതോടെ തൊട്ടതെല്ലാം പിഴച്ച അവസ്ഥയായി കേരള കോൺഗ്രസ് എമ്മിന്. ബാർക്കോഴ കേസിൽ ആരോപണ വിധേയനെ രക്ഷിക്കുവാൻ ഉമ്മൻചാണ്ടി സർക്കാർ നടത്തുന്ന ഹീനമുഖമാണ് ഹൈക്കോടതിയിൽ തകർന്നു വീഴുന്നതെന്ന് സിപിഎം പോളിറ്റ് ബ്യൂറോ അംഗം പിണറായി വിജയൻ. ആരോപണ വിധേയർ അധികാരത്തിലിരിക്കുമ്പോൾ കേസിൽ നീതിപൂർവമായ അന്വേഷണം ഉണ്ടാകില്ല. അതുകൊണ്ടാണ് കോടതി നിരീക്ഷണത്തിൽ അന്വേഷണം വേണമെന്ന് പ്രതിപക്ഷം ആവശ്യപ്പെട്ടത്. പ്രതിപക്ഷം പറഞ്ഞ കാര്യങ്ങളാണ് ഹൈക്കോടതി ചൂണ്ടിക്കാട്ടിയിട്ടുള്ളതെന്നും പിണറായി പറഞ്ഞു. കേസ് അട്ടിമറിക്കാൻ സർക്കാർ സംവിധാനം ഒന്നാകെ ദുരുപയോഗം ചെയ്യപ്പെടുന്ന അവസ്ഥയാണ് കോടതി തന്നെ തുറന്നുകാട്ടിയതെന്നും പിണറായി കൂട്ടിച്ചേർത്തു. പത്തനംതിട്ട ഉപജില്ലാ സ്കൂൾ കലോത്സവം നവംബർ 30 മുതൽ ഡിസംബർ 3 വരെ കുമ്പളാംപൊയ്ക CMS ഹൈസ്കൂളിൽ നടക്കും. കലോത്സവത്തിനുമായി ബന്ധപ്പെട്ട് ജനപ്രതിനിധികൾ, അധ്യാപക സംഘടനാ ഭാരവാഹികൾ, വിവിധ കമ്മിറ്റി അംഗങ്ങൾ എന്നിവരുടെ ആലോചനാ യോഗം 23 ഉച്ചയ്ക്ക് 2 മണിക്ക് കുമ്പളാംപൊയ്ക CMS ഹൈസ്കൂളിൽ നടക്കുമെന്നും അറിയിച്ചു. ഇടവേള. Perfect Diagnostic Center on Main Road, Perumpara, Rani. Branch at Central Junction, Vadasherikara. Quality control by CMC Vellore. Clinical Biochemistry Lab and Clinical Pathology Lab with most modern sophisticated equipments for fast, accurate and reliable results. The executive test package just for rupees 950. Lipid profile and blood sugar just for rupees 300. Perfect Lab. Accurate, affordable, fast and impressive services. We trust in Perfect Diagnostic Center. വാർത്തകൾ തുടരുന്നു. റാന്നി മന്ദിരമ്പടി വടശ്ശേരിക്കര റോഡിൽ പാലച്ചുവട്ടിൽ റോഡ് നിർമ്മാണത്തെ തുടർന്ന് സ്വകാര്യ വ്യക്തിയുടെ ഭൂമിയിലെ കൽക്കട്ട തകർന്നു. ടാർ മിക്സിംഗ് പ്ലാന്റ് ഉൾപ്പെടെയുള്ള സാധന സാമഗ്രികൾ സ്ഥലമുടമ തടഞ്ഞുവെച്ചു. ഇത് സംബന്ധിച്ച പരാതി ഉടമ റാന്നി CIക്ക് നൽകി. റാന്നി മന്ദിരമ്പടി വടശ്ശേരിക്കര റോഡിൽ ഇടക്കുളം പാലച്ചുവട്ടിലാണ് റോഡ് നിർമ്മാണത്തെ തുടർന്ന് സ്വകാര്യ വ്യക്തിയുടെ പുരയിടത്തിലെ കൽക്കെട്ട് തകർന്നത്. വാലുപറമ്പിൽ വീട്ടിൽ തങ്കമ്മ വിജിയുടേതാണ് പുരയിടം. റോഡ് നിർമ്മാണത്തിനായി 10 ദിവസം മുമ്പാണ് ടാർ മിക്സിംഗ് പ്ലാന്റ് ഉൾപ്പെടെയുള്ളവ കൽക്കെട്ടിനോട് ചേർന്ന് ഇട്ടത്. മഴയെ തുടർന്ന് 2 ദിവസം നിർമ്മാണം നടന്നില്ല. ഇതിനിടെ കൽക്കെട്ടിൽ വിള്ളൽ വീണത് വീട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെട്ടു. ടാർ മിക്സിംഗ് പ്ലാന്റ് മാറ്റിയിടണമെന്ന് വീട്ടുകാർ ആവശ്യപ്പെട്ടെങ്കിലും നടന്നില്ല. തുടർന്ന് ഒരാഴ്ചയോളം പ്ലാന്റ് കൽക്കെട്ടിനോട് ചേർന്ന് ഇട്ടാണ് ടാറിംഗ് നടത്തിയത്. കഴിഞ്ഞ ദിവസം കൽക്കെട്ടിന്റെ 2 മീറ്റർ ഭാഗം പൂർണ്ണമായും ഇടിഞ്ഞു വീണു. തീർത്ഥാടന കാലമായതോടെ നിരവധി വാഹനങ്ങളാണ് ഇതുവഴി കടന്നുപോകുന്നത്. റോഡിൽ നിന്ന് നോക്കിയാൽ കൽക്കെട്ട് ഇടിഞ്ഞതായി തോന്നില്ല.
വാഹനങ്ങൾ ഇവിടെ അപകടത്തിൽപ്പെടാനുള്ള സാധ്യത കൂടുതലാണ്. ബാക്കിയുള്ള കൽക്കെട്ടിന്റെ ഭാഗം ഏത് സമയവും ഇടിഞ്ഞു വീഴാവുന്ന അവസ്ഥയിലാണ്. റോഡ് കോൺട്രാക്ടറുടെ അടുത്ത് പരാതി പറഞ്ഞപ്പോൾ PWDയെ സമീപിക്കാനെന്ന മറുപടിയാണ് ലഭിച്ചതെന്ന് വാലുപറമ്പിൽ അനൂപ് പറഞ്ഞു. നമ്മുടെ വീടിനടുത്ത് പുതിയതായിട്ട് കെട്ടിയ കെട്ട 2 വർഷമായ കെട്ടാണ്. കെട്ടിൻ്റെ അടുക്കൽ അവർ കൊണ്ടുവന്ന് സാധനങ്ങളെല്ലാം ഇറക്കി വെച്ചിട്ട് നമ്മളോട് പറഞ്ഞത് എന്താണെന്ന് ചോദിച്ചാൽ അവർ കെട്ടിടിഞ്ഞു പോകാമെന്നെങ്കിൽ കെട്ടിത്തരാമെന്ന് പറഞ്ഞായിരുന്നു. ഇപ്പോൾ കെട്ട ഭയങ്കര അപകടാവസ്ഥ നിൽക്കുകയാണ്, ഇടിഞ്ഞുകൊണ്ടിരിക്കുകയാണ്, കണ്ണിന് കാണാം, എല്ലാവർക്കും അത് കാണാവുന്നതാണ്. അവരോട് പറഞ്ഞിട്ട് ഇപ്പോൾ മുതലാളിയായിട്ട് ആരും ഒന്നും അടുക്കുന്നില്ല. അവർ ആ കെട്ടൊന്ന് ചെയ്തു തരിക. ഇല്ലയെന്ന് പറഞ്ഞാൽ നിരപരാധികൾ വന്ന് ഇതിനകത്ത് മറിയും വണ്ടി. റാന്നി CIക്ക് ഇപ്പം പരാതി കൊടുത്തിട്ടുണ്ട്. പ്രശ്നം പരിഹരിക്കാത്തതിനെ തുടർന്ന് സ്ഥല ഉടമ മിക്സിംഗ് പ്ലാന്റ് യൂണിറ്റ് തടഞ്ഞിട്ടിരിക്കുകയാണ്. റാന്നി സർക്കിൾ ഇൻസ്പെക്ടർ അബ്ദുൾ റഹീമിന് പരാതിയും നൽകിയിട്ടുണ്ട്. സിറ്റി ന്യൂസ് റാന്നി. റാന്നി വലിയപറമ്പ് വഴി പൂഴിക്കുന്ന ഓതറപ്പടി റോഡിൽ സൈലന്റ് വാലി ഭാഗത്ത് റോഡ് വലിയ തോട്ടിലേക്ക് ഇടിഞ്ഞതാണ്. ഇതോടെ ഈ ഭാഗത്തു കൂടിയുള്ള വാഹനയാത്ര അപകടം നിറഞ്ഞതായി. മഴക്കാലക്കെടുതിയിൽ ഉൾപ്പെടുത്തി റോഡ് ഉടൻ പുനരുദ്ധരിക്കുമെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അനു ശംഭുവിലും പഞ്ചായത്ത് അംഗം പൊന്നി തോമസും അറിയിച്ചു. റാന്നി വലിയപറമ്പ് പടി പൂഴിക്കുന്ന ഓതറപ്പടി റോഡിൽ സൈലന്റ് വാലിയിൽ വലിയ തോടിന് കുറുകെയുള്ള പാലത്തിന് സമീപം റോഡ് തോട്ടിലേക്ക് ഇടിഞ്ഞതാണ്. ബാക്കി ഭാഗം കൂടി ഏതു നിമിഷവും തകരുമെന്ന അവസ്ഥയിലാണ്. ശക്തിയായി പെയ്ത മഴയെ തുടർന്നാണ് റോഡിന്റെ സംരക്ഷണ ഭിത്തി ഇടിഞ്ഞുപോയത്. ഭാരം കയറ്റി വരുന്ന ടിപ്പറുകളും ടോറസുകളും ഈ റോഡിന്റെ ഇപ്പോഴത്തെ അപകടാവസ്ഥയ്ക്ക് മുഖ്യ കാരണമാണ്. അമിതഭാരം താങ്ങാനാവാതെ റോഡിന്റെ സംരക്ഷണ ഭിത്തി തോട്ടിലേക്ക് തള്ളി നിൽക്കുന്ന അവസ്ഥയിലായിരുന്നു. ഈ ഭാഗം ഏതു നിമിഷവും ഇടിഞ്ഞു താഴുമെന്ന് മുന്നറിയിപ്പ് പലരും പഴവങ്ങാടി ഗ്രാമപഞ്ചായത്തിന്റെ ശ്രദ്ധയിൽ അന്ന് പെടുത്തിയിരുന്നു. ഇക്കാര്യം സിറ്റി ന്യൂസ് വാർത്തയുമാക്കിയിരുന്നു. നടപടികൾ സ്വീകരിക്കുമെന്ന് കഴിഞ്ഞ ഭരണസമിതി പറഞ്ഞതല്ലാതെ യാതൊരു നടപടിയും സ്വീകരിച്ചില്ല. അന്ന് ഇടിഞ്ഞുപോയ ഭാഗം ബലവത്തായി പുനർനിർമ്മിച്ചിരുന്നുവെങ്കിൽ ഇന്ന് ഇത്രയും ഭീകരാവസ്ഥയിൽ ഈ റോഡ് എത്തിച്ചേരില്ലായിരുന്നു. 2005-2010 കാലത്താണ് ഈ റോഡിന്റെ പുനരുദ്ധാരണ പ്രവർത്തികൾ നടത്തി റോഡ് സഞ്ചാരയോഗ്യമാക്കിയത്. റോഡിന്റെ തകർച്ചയെ തുടർന്ന് ചെറിയ വാഹനങ്ങൾ വളരെ കരുതലോടെയാണ് ഈ ഭാഗത്തുകൂടി കടന്നുപോകുന്നത്. അല്പമൊന്ന് ശ്രദ്ധ പാളിയാൽ തിട്ടിലിടിഞ്ഞ വാഹനങ്ങൾ വലിയ തോട്ടിൽ പതിക്കുമെന്ന് ഉറപ്പാണ്. നേരത്തെ സ്കൂൾ ബസ്സുകൾ അടക്കമുള്ള ചെറിയ വാഹനങ്ങൾ ഇതുവഴി നിത്യവും കടന്നുപോയിക്കൊണ്ടിരുന്നതാണ്. ഇപ്പോൾ കുട്ടികൾ നടന്ന വലിയപറമ്പ് പടിയിലെത്തി അവിടെ നിന്നും സ്കൂൾ ബസ്സുകളിൽ കയറുകയാണ്. തിരിച്ചും വിദ്യാർത്ഥികൾ ഇവിടെ ഇറങ്ങും. ഈ ഭാഗത്തുള്ളവർ ഇപ്പോൾ ഒറ്റപ്പെട്ടു എന്ന് വേണം പറയുവാൻ. ഒരു ഓട്ടോറിക്ഷ ഓട്ടം വിളിച്ചാൽ പോലും ആരും ഈ വഴി വരാൻ കൂട്ടാക്കുന്നില്ലെന്നാണ് നാട്ടുകാർ പറയുന്നത്. ആർക്കെങ്കിലും അസുഖം പിടിപെട്ടാൽ ആശുപത്രിയിൽ എത്തിക്കുന്നതിന് പോലും ഇവിടുത്തെ സാധാരണക്കാർക്ക് ഇപ്പോൾ മാർഗമില്ല. സ്വന്തമായി വാഹനങ്ങളുള്ളവരാകട്ടെ ഈ ഭാഗത്തുകൂടി വാഹനം ഓടിക്കുവാൻ ഭയപ്പെടുകയാണ്. അപകടാവസ്ഥ അറിയാതെ ഏതെങ്കിലും ചെറിയ വാഹനങ്ങൾ വന്നുപെട്ടാൽ പെടാപ്പാട് പെട്ടതുതന്നെ. റോഡിന്റെ ഇപ്പോഴത്തെ അപകടാവസ്ഥ പഴവങ്ങാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അനു ശാമുവേലും ഗ്രാമപഞ്ചായത്ത് അംഗം പൊന്നി തോമസും സന്ദർശിച്ചു. മഴക്കാലക്കെടുതിയിൽ ഉൾപ്പെടുത്തി ഉടൻ തന്നെ റോഡിന്റെ പുനർനിർമ്മാണ പ്രവർത്തികൾ ആരംഭിക്കുമെന്ന് അനു ശാമുവേലും പൊന്നി തോമസും അറിയിച്ചു. റാന്നി പഴവങ്ങാടി ഗ്രാമപഞ്ചായത്തിന്റെ ഏറ്റവും പ്രധാന സമീപ പ്രദേശം പഞ്ചായത്ത് ആസ്ഥാനത്തിന്റെയും പഞ്ചായത്ത് കേന്ദ്രത്തിന്റെയും വളരെ സമീപ പ്രദേശത്തെ ഇതാണ്. റാന്നി പമ്പാ നദിയിൽ എത്തിച്ചേരുന്ന വലിയ തോടിന്റെ സമീപത്തെ കാലവർഷക്കെടുതിക്കകത്ത് തകർന്നിരിക്കുകയാണ്. ഇത്തരത്തിലേക്ക് തകരാനുണ്ടായ മറ്റൊരു പ്രധാന കാരണം വലിയ വാഹനങ്ങൾ, ഭാരം കയറ്റിയ വാഹനങ്ങൾ കടന്നു വന്നത് ഒരു തടസ്സമാണ്. ഇപ്പോൾ വളരെ ശ്രദ്ധയിൽപ്പെട്ട ഉടൻ തന്നെ പഞ്ചായത്ത് ഭരണസമിതി പ്രസിഡന്റും വാർഡ് മെമ്പർ ശ്രീമതി പൊന്നി തോമസിൻ്റെയൊക്കെ നേതൃത്വത്തിൽ അത് സന്ദർശിച്ചതാണ്. കാലവർഷക്കെടുതിയിൽപ്പെടുത്തി ഇതിൻ്റെ പുനരുദ്ധാരണം ഏറ്റവും വളരെ പ്രധാനപ്പെട്ട് ചെയ്യാൻ കഴിയുമെന്നാണ് വിശ്വസിക്കുന്നത്. ഇപ്പോൾ മഴക്കെടുതി മൂലം അത് സൈഡെല്ലാം ഇടിഞ്ഞ് റോഡ് തകർന്നിരിക്കുകയാണ്. ജനങ്ങൾ ബുദ്ധിമുട്ട് അനുഭവിക്കുകയാണ്. ചെറിയ വാഹനം പോലും ഇതിൽ കയറുവാൻ പറ്റാത്ത ഒരു അവസ്ഥയിലാണ് ജനങ്ങൾ. സിറ്റി ന്യൂസ് റാന്നി. കേരള ലളിതകലാ അക്കാദമി സംഘടിപ്പിക്കുന്ന ഗായത്രി ആർട്സിന്റെ ഏകാംഗ പ്രദർശനം ആലപ്പുഴ ആർട്സ് ഗാലറിയിൽ നവംബർ 23 ആരംഭിക്കും. ഉൾക്കാഴ്ചകൾ ഉള്ളിടങ്ങൾ എന്ന ചിത്ര പ്രദർശനത്തിൽ മനുഷ്യ മനസ്സിന്റെ ബാഹ്യ ആന്തരിക സംഘർഷങ്ങളെ വിശകലനം ചെയ്യുന്ന ചിത്രങ്ങളാണ് പ്രദർശിപ്പിക്കുന്നത്. പ്രദർശനം 29 സമാപിക്കും. ഇടവേള. 60 വർഷങ്ങൾക്ക് മുൻപ് ഫോട്ടോഗ്രഫി എന്ന വിസ്മയം കറുപ്പിലും വെളുപ്പിലും റാന്നിക്ക് പരിചയപ്പെടുത്തിയ വിൽസൺ സ്റ്റുഡിയോ ഫോട്ടോഗ്രഫിയുടെ ഏറ്റവും പുതിയ രീതികളായ കാൻഡിഡ്, കൊമേഴ്ഷ്യൽ, ഫാമിലി, മോഡലിംഗ്, മാക്രോ, നേച്ചർ ആൻഡ് നൈറ്റ് ഫോട്ടോഗ്രാഫീസ് റാന്നിയുടെ പുതുതലമുറയെ പരിചയപ്പെടുത്തുന്നു. ക്യാൻവാസ്, ലെസ്റ്റർ, മാറ്റ് ഫിനിഷ്, ഗ്ലോസി ഫിനിഷ്, മെറ്റാലിക് തുടങ്ങി വ്യത്യസ്ത രീതിയിലുള്ള ഡിജിറ്റൽ വെഡിംഗ് ആൽബംസ്. ഇൻഡോർ ഫോട്ടോഗ്രഫിക്കായി വിശാലവും വ്യത്യസ്തവുമായ സ്റ്റുഡിയോ ഫ്ലോർ. നിങ്ങളുടെ ജീവിതത്തിലെ പ്രധാന നിമിഷങ്ങൾ എന്നെന്നും ഓർമ്മിക്കുവാൻ ഞങ്ങൾ അവതരിപ്പിക്കുന്നു കോംപ്ലിമെന്റ് പ്രിന്റിംഗ്. അസുലഭ നിമിഷങ്ങൾ അവിസ്മരണീയമാക്കാൻ ആധുനിക സാങ്കേതിക വിദ്യകളുമായി ഞങ്ങൾ നിങ്ങളോടൊപ്പം. ഞങ്ങളുടെ 60ാം പിറന്നാളിനോടനുബന്ധിച്ച് പ്രത്യേക ഓഫറുകൾ. വിൽസൺ സ്റ്റുഡിയോ, വലിയ പാലത്തിന് സമീപം, റാന്നി. ഫോൺ 04735 225237 9447000237 9447765036. വാർത്തകൾ തുടരുന്നു.
റാന്നി ഐത്തല ചെറുകുളഞ്ഞി പരുത്തിക്കാവ് ദേവീക്ഷേത്രത്തിലെ തിരുവുത്സവത്തോടനുബന്ധിച്ച് നടന്ന ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞത്തിന് സമാപനമായി. പാരായണ സമർപ്പണത്തിന് ശേഷം നടന്ന അവഭൃത സ്നാനഘോഷയാത്രയിൽ നൂറുകണക്കിന് ഭക്തർ പങ്കെടുത്തു. തുടർന്ന് വിദ്യാഭ്യാസ അവാർഡ് ദാനം, മഹാപ്രസാദമൂട്ട എന്നിവയും നടന്നു. റാന്നി ഐത്തല ചെറുകുളഞ്ഞി പരുത്തിക്കാവ് ദേവീക്ഷേത്രത്തിലെ തിരുവുത്സവത്തോടനുബന്ധിച്ച് നടന്ന നവാഹയജ്ഞത്തിന് സമാപനമായി. നവംബർ 12 മുതലായിരുന്നു നവാഹയജ്ഞം തുടങ്ങിയത്. തെക്കൻ ഗുരുവായൂരിലെ ബ്രഹ്മശ്രീ മധുസൂദനൻ നമ്പൂതിരിയായിരുന്നു മുഖ്യ യജ്ഞാചാര്യൻ. യജ്ഞത്തിന്റെ സമാപന ദിവസമായ ശനിയാഴ്ച ഉച്ചയ്ക്ക് 12 മണിയോടെ അപവൃത സ്നാന ഘോഷയാത്ര നടന്നു. രാവിലെ 11 മണിയോടെ പാരായണ സമർപ്പണത്തിന് ശേഷമായിരുന്നു ഏറാട്ടുകടവിലേക്ക് അപവൃത സ്നാനത്തിനായി പുറപ്പെട്ടത്. ക്ഷേത്രം മേൽശാന്തി മധുസൂദനൻ നമ്പൂതിരി, യജ്ഞം പൗരാണികരായ തൊടിയൂർ സുഭാഷ്, മുതുകുളം സുരേഷ്, തെക്കുംഭാഗം ശ്രീകുമാർ തുടങ്ങിയവരും, ക്ഷേത്രം ഭാരവാഹികൾ, ഐത്തല ചെറുകുളഞ്ഞി ഹൈന്ദവ സേവാസമിതി അംഗങ്ങൾ തുടങ്ങി സ്ത്രീകളും പുരുഷന്മാരുമടക്കം നിരവധി ഭക്തജനങ്ങൾ പങ്കെടുത്തു. അപവൃത സ്നാനം കഴിഞ്ഞ് മുത്തുകുടകൾ, വിവിധ വാദ്യമേളങ്ങൾ, താലപ്പൊലി, പഞ്ചവാദ്യം, വായ്ക്കുരവകൾ, നാമജപം എന്നിവയുടെ അകമ്പടിയോടെ തിരികെ ഘോഷയാത്ര ക്ഷേത്രത്തിലെത്തിച്ചേർന്നു. തുടർന്ന് ദീപാരാധന, ആചാര്യദക്ഷിണ, യജ്ഞപ്രസാദ വിതരണം എന്നിവയും നടന്നു. യശസ്വരീനായ കുട്ടുപ്പള്ളിൽ KP ഭാസ്കരൻ നായരുടെ സ്മരണാർത്ഥം അദ്ദേഹത്തിന്റെ മകൻ സുരേഷ് കുട്ടുപ്പള്ളിൽ ഏർപ്പെടുത്തിയ SSLC, CBSE, +2 വിദ്യാർത്ഥികൾക്കായുള്ള വിദ്യാഭ്യാസ ധനസഹായ വിതരണവും നടന്നു. തുടർന്ന് മഹാപ്രസാദമൂട്ടും നടന്നു. വൈകിട്ട് കുങ്കുമാഭിഷേകം, ദീപക്കാഴ്ച, ദീപാരാധന എന്നിവയും നടന്നു. സിറ്റി ന്യൂസ്, റാന്നി. മത്സ്യസമൃദ്ധി പദ്ധതിയുടെ 2ാം ഘട്ട പ്രവർത്തനങ്ങൾക്ക് റാന്നി ഗ്രാമപഞ്ചായത്തിൽ തുടക്കമായി. റാന്നി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശശികല രാജശേഖരൻ ഉദ്ഘാടനം നിർവഹിച്ചു. റാന്നി ഗ്രാമപഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ ലോക മത്സ്യബന്ധന ദിനം ആചരിച്ചു. ഭക്ഷ്യസുരക്ഷ ഉറപ്പുവരുത്തുക, ഉൾനാടൻ മത്സ്യോൽപാദനം വർദ്ധിപ്പിക്കുക എന്നീ ലക്ഷ്യങ്ങൾ മുൻനിർത്തി ഫിഷറീസ് വകുപ്പ് വഴി നടപ്പിലാക്കുന്ന മത്സ്യസമൃദ്ധി പദ്ധതിയുടെ 2ാം ഘട്ട പ്രവർത്തനങ്ങളുടെ ഭാഗമായാണ് ലോക മത്സ്യബന്ധന ദിനം ആചരിച്ചത്. റാന്നി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശശികല രാജശേഖരൻ ഉദ്ഘാടനം ചെയ്തു. ഉൾനാടൻ മത്സ്യകൃഷി വികസിപ്പിക്കുന്നതിൻ്റെ വ്യാപകമാക്കുന്നതിൻ്റെ ഭാഗമായി റാന്നി ഗ്രാമപഞ്ചായത്തിലെ നടപ്പാക്കിയ ഈ പദ്ധതിക്ക് അംഗീകാരം ലഭിക്കുകയുണ്ടായി. അതിൻ്റെ ഭാഗമായി മികച്ച പഞ്ചായത്തിനുള്ള അവാർഡും റാന്നി ഗ്രാമപഞ്ചായത്തിന് ലഭിച്ചു. അതോടൊപ്പം തുടർന്നും ഇതുപോലെയുള്ള പ്രവർത്തനങ്ങൾക്ക് എല്ലാവിധ സഹായ സഹകരണങ്ങളും ഭരണസമിതി അംഗങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നു. അനധികൃത മത്സ്യബന്ധനം ലോകത്താകമാനമുള്ള മത്സ്യസമ്പത്തിനെ നശിപ്പിക്കുന്നതായി ചടങ്ങിൽ സ്വാഗതം പറഞ്ഞ പത്തനംതിട്ട മത്സ്യസമൃദ്ധി പദ്ധതി നോഡൽ ഓഫീസർ R. രാധ പറഞ്ഞു. ഉൾനാടൻ മത്സ്യബന്ധനത്തിൽ ഏർപ്പെടുന്നവരുടെ എണ്ണം വർഷാവർഷം കുറഞ്ഞു വരുന്നതായും R. രാധ പറഞ്ഞു. അനധികൃത മത്സ്യബന്ധന മാർഗങ്ങളിലൂടെ ചൂഷണം ചെയ്യുന്നു. അതായത് തോട്ട പൊട്ടിക്കൽ, നിങ്ങൾക്ക് തന്നെ അറിയുന്ന കാര്യമാണ്. തോട്ട പൊട്ടിക്കൽ, അതുപോലെ തന്നെ ഈ നഞ്ച് കലക്കൽ, അതായത് മത്സ്യങ്ങൾക്ക് ഹാനികരമായ ഏതെങ്കിലും വസ്തുക്കൾ ജലാശയങ്ങളിലേക്ക് കലക്കി മത്സ്യങ്ങളെ കൊന്നുപിടിക്കുന്നു. അപ്പോൾ അവരുടെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ വലിയ മത്സ്യങ്ങൾ മാത്രമാണ്. പക്ഷേ നശിപ്പിക്കപ്പെടുന്നതെന്ന് പറയുന്നത് എന്താണ്? ഈ കുഞ്ഞു മത്സ്യങ്ങൾ ഉൾപ്പെടെയാണ് നശിപ്പിക്കപ്പെടുന്നത്. അപ്പോൾ അത് തടഞ്ഞേ തീരുള്ളൂ. അതുപോലെ തന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഈ അടക്കം കൊല്ലി. നമ്മൾ ഈ ആറന്മുള ഭാഗത്തൊക്കെ പോയി കഴിഞ്ഞാൽ സ്ഥിരം ഈ തമിഴ്നാട്ടിൽ നിന്നുള്ള ആൾക്കാർ വന്നിട്ട് കുട്ടവഞ്ചികളും അതുപോലെ തന്നെ അടക്കം കൊല്ലി വലകൾ ഉപയോഗിച്ച് മത്സ്യബന്ധനം നടത്തുന്നുണ്ട്. പലപ്പോഴും ഫിഷറീസ് അധികൃതരുടെ ശ്രദ്ധയിൽപ്പെട്ട് അവരെ ഓടിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. റാന്നി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അജി TP ചടങ്ങിൽ അധ്യക്ഷനായിരുന്നു. മത്സ്യകൃഷിക്ക് പഞ്ചായത്തിന്റെ എല്ലാ പിന്തുണയും ഉണ്ടായിരിക്കുമെന്ന് അജി TP പറഞ്ഞു. മത്സ്യകൃഷിയിലല്ല നമുക്ക് കിട്ടുന്ന മത്സ്യങ്ങളിൽ നിന്ന് നമുക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ ശരീരം ഈ വിഷമയം ചേർന്ന
ഇതുപോലെയുള്ള ആഹാര പദാർത്ഥങ്ങൾ കഴിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന ശരീരത്തിന് ദോഷം ചെയ്യുന്ന എത്രയെത്ര അസുഖങ്ങളുണ്ട് എന്നുള്ളതിനെപ്പറ്റി നമുക്ക് മുമ്പ് സംസാരിച്ച ആളിവിടെ സംസാരിച്ചു കഴിഞ്ഞിരിക്കുക. അപ്പോൾ ഇതിനൊക്കെ ഒരു പോംവഴി കണ്ടെത്തണം എന്നുണ്ടെങ്കിൽ ഇതുപോലെയുള്ള നമ്മുടെ പഞ്ചായത്തിലെ ഇപ്പോൾ എനിക്ക് തോന്നുന്നത് എന്നോട് ഇന്നലെ സംസാരിച്ചതനുസരിച്ച് 70ഓളം കർഷകർ ഉണ്ടെന്നാണ് അറിവായത്. വാർഡംഗങ്ങളായ CG വേണുഗോപാലൻ, ആൻസി ജോൺ, സുമ വിജയകുമാർ, AN സോമൻ, സബിത, രഞ്ജിത്ത്, സോണി എബ്രഹാം, സിന്ധു സഞ്ജയൻ, അക്വാകൾച്ചർ കോർഡിനേറ്റർ ലേഖ മനോജ്, പ്രൊജക്ട് അസിസ്റ്റന്റ് അനിൽകുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. മത്സ്യബന്ധന മേഖലയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾക്ക് പത്തനംതിട്ട ജില്ലയിലെ മികച്ച പഞ്ചായത്തായി റാന്നിയെ കഴിഞ്ഞ വർഷം തെരഞ്ഞെടുത്തിരുന്നു. സിറ്റി ന്യൂസ്, റാന്നി. ജില്ലയിൽ മാനസിക വെല്ലുവിളി നേരിടുന്നവർക്കായി ആരംഭിച്ച പകൽ വീട് പദ്ധതിയിലേക്ക് കരാറടിസ്ഥാനത്തിൽ ഒക്യുപേഷൻ തെറാപ്പിസ്റ്റ്, സൈക്കാട്രിസ്റ്റ്, സോഷ്യൽ വർക്ക് എന്നീ തസ്തികയിലേക്ക് ഒഴിവുണ്ട്. അപേക്ഷ ലഭിക്കേണ്ട അവസാന തീയതി നവംബർ 28 വിലാസം: ജില്ലാ നോഡൽ ഓഫീസർ, കോംപ്രഹെൻസീവ് മെഡിക്കൽ ഹെൽത്ത് പ്രോഗ്രാം, ജില്ലാ മെഡിക്കൽ ഓഫീസ്, പത്തനംതിട്ട. ഇരുവിഭാഗങ്ങളിലെയും അപേക്ഷ, യോഗ്യത, MSW, സൈക്കാട്രിക്, സോഷ്യൽ വർക്ക്, പ്രവൃത്തി പരിചയം എന്നിവയാണ്. ഒക്യുപേഷണൽ തെറാപ്പി ഡിപ്ലോമയും പരിഗണിക്കും. ഇടവേള. വിൽസൺ ഡിജിറ്റൽ സ്റ്റുഡിയോ നൽകുന്ന സ്നേഹോപഹാരം വെഡിംഗ് സ്പെഷ്യൽ ഓഫർ. വെഡിംഗ് ഫോട്ടോ ആൻഡ് വീഡിയോ വർക്കുകൾ 15,000 രൂപ മാത്രം. വിൽസൺ ഡിജിറ്റൽ സ്റ്റുഡിയോ നിയർ വലിയപാലം, റാന്നി. ഫോൺ 04735225237. വാർത്തകൾ തുടരുന്നു. NCC 14 കേരള ബറ്റാലിയന്റെ നേതൃത്വത്തിൽ റാന്നിയിൽ റാലിയും സേവന പ്രവർത്തനങ്ങളും നടന്നു. റാന്നി സെന്റ് തോമസ് കോളേജ് ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ കേഡറ്റുകൾ പങ്കെടുത്തു. ലോക NCC ദിനത്തോടനുബന്ധിച്ച് റാന്നി സെന്റ് തോമസ് കോളേജ്, ഇടക്കുളം, ഗുരുകുലം ഹയർ സെക്കൻഡറി സ്കൂൾ NCC യൂണിറ്റുകളുടെ ആഭിമുഖ്യത്തിൽ NCC കേഡറ്റുകൾ കൂട്ടയോട്ടം നടത്തി. റൺ ഫോർ ഹെൽത്തി ലൈഫ് എന്ന സന്ദേശം ഉയർത്തിയായിരുന്നു കൂട്ടയോട്ടം. പെരുമ്പുഴ ബസ് സ്റ്റാൻഡിൽ നിന്നാരംഭിച്ച കൂട്ടയോട്ടം റാന്നി സെന്റ് തോമസ് കോളേജ് NCC ഓഫീസർ ക്യാപ്റ്റൻ ജോൺ M. ജോർജ്, ഇടക്കുളം ഗുരുകുലം ഹയർ സെക്കൻഡറി സ്കൂൾ NCC ഫസ്റ്റ് ഓഫീസർ മാത്യു എന്നിവർ ചേർന്ന് ഫ്ളാഗ് ഓഫ് ചെയ്തു. ഇട്ടിയപ്പാറയിൽ കൂട്ടയോട്ടം സമാപിച്ചു. തുടർന്ന് റാന്നി പുതമൺ ഓൾഡ് ഏജ് ഹോമിലെ അന്തേവാസികൾക്ക് NCC യൂണിറ്റുകൾ ഉച്ചഭക്ഷണം നൽകി. NCC കേഡറ്റുകളുടെ വിവിധ കലാപരിപാടികളും ഉണ്ടായിരുന്നു. റാന്നി സെന്റ് തോമസ് കോളേജ് NCC സീനിയർ അണ്ടർ ഓഫീസർ സിജിൻ കുഞ്ഞുമോൻ, അണ്ടർ ഓഫീസർമാരായ ജിബിൻ K. ജോർജ്, റോഷൻ K. എബ്രഹാം, ഇടക്കുളം ഗുരുകുലം ഹയർ സെക്കൻഡറി സ്കൂൾ NCC സീനിയർ സിജോ, സെക്കൻഡ് സീനിയർ ഗൌതം തുടങ്ങിയവർ നേതൃത്വം നൽകി. സിറ്റി ന്യൂസ്, റാന്നി. അയിരൂർ മദാപ്പാറ MT ഹൈസ്കൂൾ പൂർവ്വ വിദ്യാർത്ഥി സംഗമം ഡിസംബർ 26 മദാപ്പാറ ഓർത്തഡോക്സ് ദേവാലയ ഓഡിറ്റോറിയത്തിൽ നടക്കും. രാവിലെ 10 മണിക്ക് നടക്കുന്ന സമ്മേളനത്തിൽ ആന്റോ ആന്റണി MP സംഗമം ഉദ്ഘാടനം ചെയ്യും. രാജു എബ്രഹാം MLA അധ്യക്ഷത വഹിക്കും. വിവിധ രംഗങ്ങളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ചവരെ തിരുവനന്തപുരം കോർപ്പറേഷൻ മുൻ മേയർ K. ചന്ദ്രിക പൊന്നാട അണിയിക്കും. മാഗസിന്റെ പ്രകാശനം ചലച്ചിത്ര താരം സുരാജ് വെഞ്ഞാറമൂട് നിർവഹിക്കും. ചാരിറ്റി ഡിസ്ട്രിബ്യൂഷൻ പ്രശസ്ത സംഗീതജ്ഞൻ സ്റ്റീഫൻ ദേവസിയും നിർവഹിക്കും. ചലച്ചിത്ര ഗാനരചയിതാവും കവിയുമായ മുരുകൻ കാട്ടാക്കട, ജേക്കബ് ജോബ് IPS, ഡോക്ടർ MM ബഷീർ, ചലച്ചിത്ര താരങ്ങളായ റിസബാവ, നീന കുറുപ്പ്, പ്രശസ്ത വയലിനിസ്റ്റ് വില്യം ഐസക് തുടങ്ങിയവർ പ്രസംഗിക്കും. വൈകുന്നേരം 5 മണി മുതൽ ചലച്ചിത്ര താരങ്ങളായ രമേഷ് പിഷാരടി, ധർമ്മജൻ തുടങ്ങിയവർ നയിക്കുന്ന മെഗാ ഷോയും നടക്കും. സിറ്റി TV, ഏഷ്യാനെറ്റ് ന്യൂസ് എന്നിവയാണ് പരിപാടികളുടെ ഔദ്യോഗിക ചാനൽ പാർട്ട്ണർമാർ. തീർത്ഥാടകരുടെ സൗകര്യാർത്ഥം പ്രമാണിച്ച് ശനിയാഴ്ച രാത്രിയിൽ റാന്നി പ്രകാശ് മെഡിക്കൽസ് തുറന്നു പ്രവർത്തിക്കും. വെള്ളിയാഴ്ച രാത്രിയിൽ മേനാന്തോട്ടം ആശുപത്രി ഫാർമസി വിഭാഗവും തുറന്ന് പ്രവർത്തിക്കുന്നതാണ്. പ്രധാന വാർത്തകൾ വീണ്ടും. ബാർക്കോഴ കേസിൽ CBI അന്വേഷണമാണ് ഉചിതമെന്ന ഹൈക്കോടതി. കേസിൽ വിജിലൻസ് അന്വേഷണം നീതിപൂർവമാകില്ലെന്നും ഹൈക്കോടതി. ബാർക്കോഴ കേസിൽ ആരോപണ വിധേയരായവരെ രക്ഷിക്കുവാൻ ഉമ്മൻചാണ്ടി സർക്കാർ നടത്തുന്ന ഹീനശ്രമങ്ങളാണ് ഹൈക്കോടതിയിൽ തകർന്നു വീഴുന്നതെന്ന് CPM പോളിറ്റ് ബ്യൂറോ അംഗം പിണറായി വിജയൻ.
മത്സ്യസമൃദ്ധിയുടെ 2ാം ഘട്ട പദ്ധതിക്ക് റാന്നി പഞ്ചായത്തിൽ തുടക്കമായി. റാന്നി ഐത്തല ചെറുകുളഞ്ഞി പരുത്തിക്കാവ് ദേവീക്ഷേത്രത്തിലെ ഭാഗവത സപ്താഹ യജ്ഞത്തിന് സമാപനമായി. അവഭൃത സ്നാന ഘോഷയാത്രയിൽ 100 കണക്കിന് ഭക്തർ പങ്കെടുത്തു. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.